നമസ്കാരം. ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ അതൊക്കെ തന്നെ പുനർനിർമ്മിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഒരു പതിറ്റാണ്ടിലധികമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തിയ ഏകദേശം ഒരു 15 വർഷക്കാലം നടത്തിയ പരിശ്രമം അതുതന്നെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, കൊടും ഭീകരനായ മസൂദ് അസറിന് 14 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം എടുത്തു പറയാം, ഇത് വെറും ട്രെയിലർ മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ശരിക്കുമുള്ള ഫിലിം അത് കാണാനിരിക്കുന്നതേയുള്ളൂ. അക്കൂട്ടത്തിൽ തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ഭീകരനായി പ്രഖ്യാപിച്ചിട്ട് പോലും 2019 പുൽവാമ ഭീകരാക്രമണം, 2016 ഉറി ഭീകരാക്രമണത്തിന് പിറകിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് എന്ന നിരോധിത ഭീകര സംഘടനയുടെ തലവനായ മസൂദ് അസറിന് പാകിസ്ഥാൻ സർക്കാർ വീണ്ടും ധനസഹായം നൽകുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 14 കോടി രൂപയാണ് മസൂദ് അസറിന് പാകിസ്ഥാൻ നഷ്ടപരിഹാരമായി നൽകുന്നത്. പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരുടെ നികുതി പണം എടുത്ത് ഇതിനുവേണ്ടി ചിലവഴിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട സകലമാന ഭീകര കേന്ദ്രങ്ങളും പുനർനിർമ്മിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രാരംഭ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത്. ഭുജ് സൈനിക താവളം സന്ദർശിക്കുന്നതിനിടയിലാണ് രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത്. രാജ്യാന്തര നാണയനിധിയായ IMFൽ നിന്നും സഹായമായി കിട്ടിയ $2.1 ബില്യൺ പാകിസ്ഥാൻ സർക്കാർ വകമാറ്റി കഴിഞ്ഞു. തകർക്കപ്പെട്ട ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കും. ഈ ധനസഹായം ഉപയോഗിച്ചുകൊണ്ട്, IMFന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് അടിത്തറ കെട്ടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. മുൽക്കയിലെയും ഭവൽപൂരിലെയും ലഷ്കർ-ഇ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ സാമ്പത്തിക സഹായം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. പാകിസ്ഥാനുള്ള IMFന്റെ സഹായം അത് ഭീകരതയ്ക്കെതിരെയുള്ള, പ്രത്യേകിച്ചും ഇന്ത്യക്ക് നേരെയുള്ള പരോക്ഷ ധനസഹായമായി മാറുന്നു. ഭീകരർക്ക് കൂടുതൽ ഊർജം പകരുന്നു. പാകിസ്ഥാനുള്ള ഏതൊരു സാമ്പത്തിക സഹായവും ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. IMF അവരുടെ തീരുമാനം പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് ഇക്കൂട്ടത്തിൽ പറഞ്ഞു. പാകിസ്ഥാന് $2.3 ബില്യൺ പുതിയ വായ്പകൾ നൽകാനുള്ള IMFന്റെ നിർദ്ദേശത്തെ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്ത് വ്യക്തമാക്കി പറഞ്ഞിരുന്നു. വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നെങ്കിൽ പോലും പാകിസ്ഥാൻ അനുകൂലമായുള്ള തീരുമാനം IMF സ്വീകരിക്കുകയാണ് ചെയ്തത്. ഭീകരതയ്ക്കും കള്ളപ്പണം വെളുപ്പിക്കലിനും ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ആഗോള നിരീക്ഷണ സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 2018 പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പോലും. എന്നാൽ പിന്നീട് 4 വർഷത്തിനിപ്പുറം 2022 ആ പട്ടികയിൽ നിന്നും രക്ഷപ്പെടാനായി പാകിസ്ഥാന് സാധിച്ചു. പട്ടികയിൽ നിന്നും ഗ്രേ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ IMF പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പാകിസ്ഥാന് സഹായം നേരത്തെ കിട്ടിയിരുന്നില്ല. പക്ഷേ 22 മുതൽ കാര്യങ്ങളൊക്കെ തന്നെ മാറി. 40% അംഗരാജ്യങ്ങളിലൊന്നായിട്ടുള്ള ഇന്ത്യ, അതും FATFലെ ഏറ്റവും ശക്തമായി പാകിസ്ഥാനെതിരെ ബാധിക്കുന്ന രാജ്യം, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തതിനെ പോലും അന്ന് ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഒന്ന് തന്നെ മനസ്സിലാക്കുക, ഓപ്പറേഷൻ സിന്ദൂർ അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ മണ്ണിലുള്ള ഭീകരവാദത്തെ അവസാനം വരെയും തുടച്ചു നീക്കുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം. ഇക്കൂട്ടത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള മുൻകാല സംഘർഷ സാധ്യതകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഘർഷ സാഹചര്യവും ഓപ്പറേഷൻ സിന്ദൂറും മാറുന്നുവെന്നാണ് കേണൽ S. ഡിന്നി ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത്. ഏഷ്യൻ ന്യൂസിന് കൊടുത്ത ഒരു പ്രത്യേക അഭിമുഖത്തിലൂടെയാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയം, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്ന സംഭവത്തെക്കുറിച്ച് വ്യക്തമായി വിവരിച്ചത്. ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറും അതിൻ്റെ ചുവട് പിടിച്ചുള്ള സംഭവങ്ങൾക്കുമൊക്കെ വ്യക്തമായ വിവരണമായിരുന്നു കേണൽ ഡിന്നി തുടക്കം മുതൽ ഒടുക്കം വരെ നൽകുന്നത്. അദ്ദേഹമാണ് ചൈനയെയും പാകിസ്ഥാനെയും ഇനി നാം ഒന്നിച്ച് നേരിടേണ്ട സാഹചര്യം എന്നത് ഒരു സാങ്കല്പിക ചോദ്യമല്ലാതായി മാറിയെന്ന് വ്യക്തമാക്കുന്നത്. കാലാകാലങ്ങളായി ഇന്ത്യൻ സൈന്യം ഇത് മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ തന്ത്രങ്ങളും പ്ലാനുകളുമൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യൻ ന്യൂസിൻ്റെ വാർ ആൻഡ് പീസ് എന്ന പ്രത്യേക അഭിമുഖ പരിപാടിയിലൂടെ ആയിരുന്നു ഇന്ത്യൻ ആർമിയുടെ രജ്പുത് റെജിമെന്റിൽ നിന്നും വിരമിച്ച കേണൽ ഡിന്നി വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. ചൈനയെയും പാകിസ്ഥാനെയും നേരിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നിരിക്കുന്നു. കരുത്തിലും യുദ്ധതന്ത്രങ്ങളിലും നമ്മളേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള മുൻകാല സംഘർഷ സാധ്യതകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു സാധ്യത തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് 100 നാവാണെന്ന് ലോകം ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ ഏകോപനത്തിലും കരുത്തിലും ആയുധത്തിലും ഒക്കെ എത്രത്തോളം നേട്ടം കൈവരിച്ചു എന്നുള്ളത്
നമുക്ക് കാണാനായി സാധിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധാനന്തരം നിലവിൽ വന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന സിസ്റ്റം 3 സേനാ വിഭാഗങ്ങളെയും ശാസ്ത്രീയമായി ഏകോപിപ്പിക്കാനായി സഹായിക്കുന്നു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ, വിദേശത്തു നിന്നും വാങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ, പ്രതിരോധ സിസ്റ്റങ്ങൾ എന്നിവയൊക്കെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സവിശേഷമാക്കി മാറ്റുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒന്ന് തന്നെയാണ് റഷ്യയിൽ നിന്നും വാങ്ങിയ S-400ഉം അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലും. 1995 ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ തിരുവനന്തപുരത്ത് പിറവിയെടുക്കുന്നതെന്നുള്ള അഭിമാനകരമായ ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യ തുടങ്ങിവെച്ചതാണ്. ദീർഘശ്വാസം വിടാൻ പോലും എതിരാളികൾക്ക് സമയം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ഈ ബ്രഹ്മാസ്ത്രം ലക്ഷ്യമേതാണോ അതിനെ ഭേദിച്ച് ഭസ്മമാക്കി മാറ്റും. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ മഷ്നോസ്ട്രിയും പങ്കാളിയായ ബ്രഹ്മോസ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെൽടെക്കിനെ പരിണമിപ്പിച്ചാണ് ISROയുടെ മികവിൽ പടുത്തുയർത്തിയത്. ഇന്ത്യയുടെ മിസൈൽമാനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പ്രമുഖ ഭൗതിക ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശിവദാണി പിള്ളയുടെയും ഒരു സ്വപ്നം തന്നെയാണ് ഇതിലൂടെ സായുജ്യമായിരിക്കുന്നത്. 1995 ഡിസംബർ 5 ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഇങ്ങനെ ഒരു കമ്പനി സ്ഥാപിച്ചത്. നമ്മുടെ ബ്രഹ്മപുത്ര നദിയും മോസ്കോ നദിയും ചേർന്നപ്പോൾ വന്ന പേരാണ് ബ്രഹ്മോസ് എന്നുള്ളത്. 98 ഇന്ത്യക്കായി APJ അബ്ദുൽ കലാം ഇതിൽ ഒപ്പിട്ടു കരാറിനായി. പിന്നീട് ഇന്ത്യയുടെ റോക്കറ്റിംഗ് ചരിത്രത്തിലെ കുറേയധികം കിതപ്പുകൾക്ക് ശേഷം ഇത് വികസിപ്പിച്ചെടുത്തു. 2005 നാവികസേന, 2007 കരസേന, ഒടുവിൽ സുഖോയിയുടെ ചിറകിലേറി 2019 ഇന്ത്യൻ എയർഫോഴ്സും ഈ സൂപ്പർസോണിക് മിസൈലിനെ സ്വീകരിച്ചു. 10 മീറ്ററിലും 5 മീറ്ററിലും വരെ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാനായി ഇതിന് സാധിക്കും. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. 200-നും 300-നും ഇടയിൽ കിലോഗ്രാം സ്ഫോടക വസ്തു അത് കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാക്കുന്ന നാശം, അത് വൻ നാശനഷ്ടം തന്നെയാണ്. അതാണ് പാകിസ്ഥാനിലും ഉണ്ടായിരിക്കുന്നത്. ഇതിന് പുറകെ തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥിരീകരണം നൽകിയിരിക്കുന്നതും. ഇതാദ്യമായി തന്നെ പുലർച്ചെ സൈനിക മേധാവി തന്നെ വിളിച്ച് നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് അറിയിച്ചുവെന്നും വ്യോമതാവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടതായി പാക് അധികൃതർ മെയ് 10 വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതിനെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി എന്നുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന് മുന്നും പിന്നും വ്യോമതാവളങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ത്യ സൂക്ഷിച്ചു വെച്ചത് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് ഇരു രാഷ്ട്രങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. 3 യുദ്ധങ്ങൾ നടത്തിയിട്ടും ഇരു രാജ്യങ്ങൾക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും വൈകിയുള്ള തിരിച്ചറിവ് ഷഹബാസ് ഷെരീഫിന് ഇപ്പോഴാണ് ലഭ്യമായത്. കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എങ്ങനെ കഴിയുമെന്നുമാണ് പാക് പ്രധാനമന്ത്രിയുടെ രോദനം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കേണ്ടി വന്നത്. ഇപ്പോഴത്തേത് കേവലം ട്രെയിലർ മാത്രമാണ്. ശരിയായ സമയമെത്തുമ്പോൾ മുഴുവൻ സിനിമയും ലോകത്തിന് മുന്നിൽ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 23 മിനിറ്റിനുള്ളിലാണ് പാകിസ്ഥാൻ താവളങ്ങളെ നശിപ്പിച്ച് വ്യോമസേന കുതിച്ചു പാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയെ രാജ്നാഥ് സിംഗ് അങ്ങേയറ്റം അഭിനന്ദിച്ചു. വ്യോമസേന നൽകിയ തിരിച്ചടി ലോകം മുഴുവൻ അറിഞ്ഞുവെന്നും അദ്ദേഹം എടുത്തുകാട്ടി. ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുക എന്നുള്ളതല്ല വ്യോമസേന ചെയ്തിരിക്കുന്നത്. ഭീകരവാദം ഇന്ത്യ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള ശക്തമായ സന്ദേശം, അതിഭീകരമായ തിരിച്ചടി നൽകുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് വ്യോമസേന കൊടുത്തത്. പാകിസ്ഥാന്റെ മണ്ണിലെ 9 ഭീകരതാവളങ്ങളാണ് നമ്മുടെ സൈന്യം എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടത്. പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ നിരവധി വ്യോമതാവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി എന്തെന്നുള്ളത് പാകിസ്ഥാൻ തന്നെ അംഗീകരിച്ചു. നമ്മുടെ വ്യോമസേനയ്ക്ക് പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും എത്താൻ കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിക്കപ്പെട്ടു. രാജ്യാന്തര നാണയനിധിയിൽ നിന്നും പാകിസ്ഥാൻ സാമ്പത്തിക സഹായം നേടി ഇനിയും ഭീകരവാദികൾക്ക് ഫണ്ട് നൽകാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനുള്ള തിരിച്ചടിയും അതിമാരകമായിരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമായി പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ കരുതിയിരുന്നോളൂ എന്ന് തന്നെയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.